നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 15-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് സാർവത്രിക ആരോഗ്യ പരിരക്ഷ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് നടപ്പിലാക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചതായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കാസ്പ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, മെഡിസെപ്പ് തുടങ്ങിയ വിവിധ ഇൻഷുറൻസ് പദ്ധതികളിൽ ഇതുവരെ ഉൾപ്പെടാതിരുന്ന ഇടത്തരം വരുമാനക്കാരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആ വിഭാഗത്തിന് കൂടി ഇപ്പോൾ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഈ പുതിയ പദ്ധതി ആവിഷ്കരിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഒരു വർഷമായി വിവിധ തലങ്ങളിൽ നടത്തിയ ചർച്ചകളുടെയും വിഷൻ 2031 അവലോകന യോഗങ്ങളിലെ തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഈ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയത്. നിലവിൽ 42 ലക്ഷം കുടുംബങ്ങൾക്ക് കാസ്പ് പദ്ധതിയിലൂടെ പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷയും വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 2 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാൽ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതോടെ നിലവിൽ ഒരു ചികിത്സാ പദ്ധതിയിലും അംഗമല്ലാത്ത ലക്ഷക്കണക്കിന് വരുന്ന അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയുടെ തുക വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത്. പണം അക്കൗണ്ടിലെത്തിയോ എന്നറിയാനായിട്ട് PM കിസാൻ വെബ്സൈറ്റിലെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് വഴി പരിശോധിക്കാവുന്നതാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT വഴി തുക കൈമാറുന്നതിനാൽ തന്നെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ ആധാർ ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കേണ്ടതാണ്. പണം ലഭിക്കാത്തവർ പ്രധാനമായിട്ടും ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്തിട്ടുണ്ടോ എന്നും കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. കൂടാതെ ലാൻഡ് സീഡിങ് അതും കൃത്യമാണോ എന്ന് ആധാറിലെ പേരും അപേക്ഷയിലെ പേരും തമ്മിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടോ എന്നുമൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. PM കിസാൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും പിശകുകൾ കാണുന്നുണ്ടെങ്കിൽ കൃഷിഭവനുമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവ എത്രയും വേഗം തിരുത്തേണ്ടതാണ്. എല്ലാ രേഖകളും കൃത്യമാണെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ നിങ്ങൾക്ക് തുക അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ഇത്തരം നിയമലംഘനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ 1955 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പ്രകാരം സിലിണ്ടറുകൾ പിടിച്ചെടുക്കുകയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിലവിൽ ഗാർഹിക പാചകവാതക ലഭ്യതയിൽ യാതൊരു വിധത്തിലുമുള്ള ആശങ്കയും വേണ്ടെന്നും ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ അതാത് ഏജൻസികൾ വഴി കൃത്യസമയത്ത് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാചകവാതക ലഭ്യതയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അനാവശ്യ ഭീതി പരത്തുന്ന തരത്തിലുള്ള വാർത്തകളോ സമൂഹ മാധ്യമ പോസ്റ്റുകളോ പ്രചരണങ്ങളോ ഒക്കെ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. LPG വിതരണം നിരീക്ഷിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായിട്ട് ജില്ലാ താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഗ്യാസ് ഏജൻസികൾ മുൻഗണനാക്രമം പാലിച്ചുകൊണ്ട് മാത്രമേ സിലിണ്ടറുകൾ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്നും വിതരണ വേളയിൽ ഗുണഭോക്താക്കളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഉപഭോക്താക്കൾ സിലിണ്ടർ കൈപ്പറ്റുന്ന സമയത്ത് ഫോണിൽ ലഭിക്കുന്ന OTP നമ്പർ കൃത്യമായി കൈമാറേണ്ടതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഏജൻസികൾ കർശനമായിട്ട് പാലിക്കുകയും വേണം. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG ഉപയോഗം പരിമിതപ്പെടുത്തി മാത്രമല്ല ഗാർഹിക സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം അത്യാവശ്യ സ്ഥാപനങ്ങൾക്കായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒന്നാം മുൻഗണനയും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, എയർലൈന്, റെയിൽവേ അതുപോലെ തന്നെ ക്യാൻറ്റീനുകൾ എന്നിവയ്ക്കൊക്കെ തന്നെ രണ്ടാം മുൻഗണനയും നൽകി വാണിജ്യ സിലിണ്ടറുകൾ വിതരണം ചെയ്യാനാണ് നിലവിലത്തെ തീരുമാനം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ചിലപ്പോൾ 2 മാസത്തെ തുക ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ കൂടി വിഷു, ഈസ്റ്ററൊക്കെ പ്രമാണിച്ചുകൊണ്ട് മുൻകൂട്ടി ഒരുപക്ഷെ വിതരണം ചെയ്തേക്കാം. ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നതോട് കണക്കിലെടുത്താൽ ഒന്നെങ്കിൽ മാർച്ച് മാസത്തെ തുക വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ മെയ് മാസത്തെ നേരത്തെ ആക്കുകയോ ചെയ്തുകൊണ്ട് 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് കൂടുതലും സാധ്യത. ഇനി അതല്ലെങ്കിൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ തുക ഒരുമിച്ച് ചിലപ്പോൾ വിതരണം ചെയ്തേക്കാം. അല്ലെങ്കിൽ ഏപ്രിൽ, മെയ് മാസങ്ങളിലെ തുകയും ഒരുമിച്ച് വിതരണം ചെയ്തേക്കാം. ഏതായാലും 2 മാസത്തെ പെൻഷൻ നമുക്ക് ഉറപ്പായി ലഭിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു കാലയളവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ 25-ാം തീയതി ബുധനാഴ്ച മുതലായിരിക്കും നമുക്ക് ലഭിക്കുകയെന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും മറ്റ് അറിയിപ്പുകളും നിലവിൽ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം പകുതിയോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും അതോടൊപ്പം തന്നെ പെരുമാറ്റച്ചട്ടവും ഒക്കെ തന്നെ നിലവിൽ വരാൻ സാധ്യതയുള്ളതിനാലാണ് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ഈ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് മുൻകരുതൽ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്കായുള്ള കുടിശ്ശിക വിതരണം അത് ഏതാണ്ട് 9 മാസത്തോളം തുക ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. റംസാൻ പ്രമാണിച്ച് പ്രത്യേക കിറ്റുമായിട്ട് സപ്ലൈകോ റംസാൻ നിലാവ് എന്ന പേരിട്ടിരിക്കുന്ന കിറ്റിൽ 1018 രൂപ വിപണി വില
വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിറ്റ് ഉപഭോക്താവിന് 786 രൂപയ്ക്ക് നൽകും. 1 കിലോ വീതം ശബരി അപ്പം പൊടി, പുട്ടുപൊടി, 100 ഗ്രാം വീതം ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടി, 50 ഗ്രാം കുരുമുളക് പൊടി, 1 കിലോ വീതം റവ, പഞ്ചസാര, 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടി, ഏലക്കായ 20 ഗ്രാം, അതോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പ് 50 ഗ്രാം എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 20 വരെയാണ് ഈ ഓഫർ നിങ്ങൾക്ക് ലഭ്യമാവുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ ഇരട്ട ഇടിവിന് പിന്നാലെ സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. ശനിയാഴ്ച മാർച്ച് 14 തീയതി 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 95 രൂപയും പവന് 760 രൂപയും കുറഞ്ഞു. ഗ്രാമിന് 14,635 രൂപയിലും പവൻ. നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.